നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 11 മുതൽ 17 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് സാധാ തൻസീഖ് എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻ, ഒരു മിലിറ്ററി എക്സസൈസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ റോയൽ സൗദി ലാൻഡ് ഫോഴ്സസും ഇന്ത്യൻ ആർമിയും തമ്മിൽ ഉള്ള ഒരു മിലിറ്ററി എക്സസൈസ്, ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് സാധാ തൻസീഖ് എന്ന് പറയുന്ന ആദ്യത്തെ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഇത്. അപ്പൊ ഇതിന്റെ 2024 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ എക്സസൈസ് ബിഗിൻ ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. മഹാജൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഫയറിംഗ് റേഞ്ച് ഉണ്ട് രാജസ്ഥാനിൽ, അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 29th ജനുവരി മുതൽ 10th ഫെബ്രുവരി വരെയാണ് ഇത് നടക്കുന്നത്. നെക്സ്റ്റ്, നാസ ഡിസ്കവേഴ്സ് സൂപ്പർ എർത്ത് വിത്ത് ഹാബിറ്റബിൾ സോൺ. ഹാബിറ്റബിൾ സോൺ ഉള്ള ഒരു സൂപ്പർ എർത്തിനെ നാസ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നാസയുടെ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ഉണ്ട്, ടെസ് എന്നാണ് അതിനെ നമ്മൾ ചുരുക്കി വിളിക്കുന്നത്. അവരാണ് സൂപ്പർ എർത്തിനെ സ്പോട്ട് ചെയ്തത്. 137 ലൈറ്റ് ഇയേഴ്സ് എവേ, എർത്തിൽ നിന്ന് അത്രയും ഡിസ്റ്റൻസിലാണ് ഓർബിറ്റ് ചെയ്യുന്ന ഈ വളരെ സ്മോൾ റെഡിഷ് സ്റ്റാറിനെ, അതായത് ഹാബിറ്റബിൾ സോണിനകത്തുള്ള റെഡിഷ് സ്റ്റാറിനെ ഇവര് ഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ്, 10th ഫെബ്രുവരി നാഷണൽ ഡീവോമിംഗ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഡീവോമിംഗ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ കുട്ടികൾക്ക് ഈ വിരശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഡീവോമിങ്ങിന്റെ ഗുളികകൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചകളിൽ 2 ദിവസങ്ങളായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. 2015 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഫിക്സഡ് ഡേ അംഗനവാടിയിലും സ്കൂൾ ബേസ്ഡ് നാഷണൽ ഡിഫോമിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ എല്ലാ ചിൽഡ്രൻസിനും 1 മുതൽ 19 വയസ്സിനിടയിലുള്ള എല്ലാ കുട്ടികൾക്കും ഡീവോമിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിന്റെ കീഴിൽ നമ്മുടെ കൺട്രിയുടെ അക്രോസ് ഉള്ള മിക്ക കുട്ടികൾക്കും ഈ വോംസിനെ റിമൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കുമായിരുന്നു. മെയിൻ ആയിട്ട് ഈ സോയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹെൽമിന്തസ് പോലെയുള്ള STH എന്ന് പറയും, സോയിൽ ട്രാൻസ്മിറ്റഡ് ഹെൽമിന്തസിനെ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, 10th ഫെബ്രുവരി അതുപോലെ വേൾഡ് പൾസസ് ഡേയും കൂടെ ആയിരുന്നു. അപ്പൊ ഇതിന്റെ 2024 പൾസസ് ഡേയുടെ ഒരു തീം എന്ന് പറയുന്നത് പൾസസ് നറിഷിംഗ് സോയിൽ ആൻഡ് പീപ്പിൾ എന്നുള്ളതായിരുന്നു. അപ്പൊ UN ജനറൽ അസംബ്ലിയാണ് ഈ ഒരു ഡേ ഡിസൈൻ ചെയ്തത്. 2018 മുതൽ നമ്മൾ ഇത് റെക്കഗ്നൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ പൾസസിന്റെ ഗ്ലോബൽ ഫുഡ് എന്നുള്ള രീതിയിൽ അതിന്റെ ഇമ്പോർട്ടൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ എർത്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആ സൂപ്പർ എർത്തിന്റെ പേരാണ് നമ്മൾ പറയുന്നത് TO1715b എന്ന് പറയുന്നത്. 1.5 ടൈംസ് ഫ്രം ദി എർത്ത് വിഡ്ത്ത്. അപ്പൊ അവിടുത്തെ ഒരു ഇയർ എന്ന് പറയുന്നത് ഏകദേശം 19 എർത്ത് ഡേയ്സിനോട് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഈ ഹാബിറ്റബിൾ സോണിനെ ഗോൾഡ് ലോക്സ് സോൺ എന്നാണ് സയന്റിസ്റ്റ് വിളിക്കുന്നത്. ബിക്കോസ് അത് അത്രയ്ക്ക് ഹോട്ടും അല്ല അത്രയ്ക്ക് കോൾഡും അല്ല, അതുകൊണ്ട് തന്നെ അത് ലിക്വിഡ് വാട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഗോൾഡ് ലോക്സ് സോൺ എന്നാണ് അവര് സയന്റിസ്റ്റുകൾ അതിനെ റെഫർ ചെയ്യുന്നത്. 10th ഫെബ്രുവരി ഇന്റർനാഷണൽ ഡേ ഓഫ് ദി അറേബ്യൻ ലെപ്പേർഡും കൂടെയാണ്. അപ്പോ അത് നമുക്ക് എന്താന്ന് നോക്കാം. അറേബ്യൻ ലെപ്പേർഡ്സിന്റെ കുറിച്ചുള്ള അവയർനെസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് UN ജനറൽ അസംബ്ലി ആണ് ഫെബ്രുവരി 10 ഇന്റർനാഷണൽ ഡേ ഓഫ് അറേബ്യൻ ലെപ്പേർഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയത്. നെക്സ്റ്റ്, ഭാരത് രത്ന. ഭാരത് രത്ന വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ കുറച്ച് മഹത് വ്യക്തികൾക്ക് കൊടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ന്യൂസിൽ വന്നത്. ഭാരത് രത്ന എന്ന് പറയുന്നത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ദി കൺട്രി ആണ്. ഇപ്പൊ 1954 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അതായത് അവര് ഹ്യൂമൻ എൻഡവറിന്റെ ഫീൽഡിൽ ഹയസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ ഹയസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്കാണ് ഈ ഒരു അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഭാരത് രത്ന കിട്ടിയത് ആർക്കൊക്കെയാണ് ഇപ്രാവശ്യം? PV നരസിംഹറാവു, MS സ്വാമിനാഥൻ, അതുപോലെ ചരൺ സിംഗ് എന്നിവർക്കാണ്. അപ്പൊ ഭാരത് രത്ന എങ്ങനെയാണ് റെക്കമെൻഡേഷൻ പോകുന്നത് വെച്ചാൽ, പ്രൈം മിനിസ്റ്റർ ആണ് റെക്കമെൻഡ് ചെയ്യുക പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അത് പ്രഖ്യാപിക്കുക. അപ്പോൾ ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന ഭാരത് രത്ന അവാർഡ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. മാക്സിമം 3 പേർക്കൊക്കെ ഒരു ഇയറിൽ നമ്മൾ കൊടുക്കാറുള്ളൂ. യൂണിയൻ ഗവൺമെന്റ് ഫെബ്രുവരി 9, 2024 ഭാരത് രത്ന അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പൊ ഫോർമർ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, അതുപോലെ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള MS സ്വാമിനാഥൻ, ഈ 3 പേർക്കാണ് ഭാരത് രത്ന കിട്ടിയത്. MS സ്വാമിനാഥൻ അദ്ദേഹം ആരായിരുന്നു നമുക്ക് നോക്കാം. മാങ്കൊമ്പ്
സാംബശിവൻ സ്വാമിനാഥൻ, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഒരു ഇന്ത്യൻ അഗ്രോണമിസ്റ്റ് ആയിരുന്നു, അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആയിരുന്നു, പ്ലാന്റ് ജനറ്റിസിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഹ്യൂമനിറ്റേറിയൻ. MS സ്വാമിനാഥൻ ഒരു ഗ്ലോബൽ ലീഡർ ആയിരുന്നു, ഇൻ ദ സെൻസ് ഓഫ് ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ ലീഡറും കൂടെ ആയിരുന്നു അദ്ദേഹം. അപ്പൊ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യയിൽ. അതുപോലെ ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് UNEP പ്രോഗ്രാമിന്റെ കീഴിലൊക്കെ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് വേൾഡ് ഫുഡ് പ്രൈസ് 1987 കിട്ടിയിരുന്നു. നെക്സ്റ്റ് PV നരസിംഹറാവു, പാമുൽപാർത്തി വെങ്കട്ട നരസിംഹറാവു, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. PV നരസിംഹറാവു എന്നാണ് പോപ്പുലർലി അറിയപ്പെടുന്നത്. ഒരു ഇന്ത്യൻ ലോയർ ആയിരുന്നു, സ്റ്റേറ്റ്മാൻ ആയിരുന്നു, ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം നമ്മുടെ 9th പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. 1991 മുതൽ 1996 വരെ അദ്ദേഹം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം കുറെ ലിബറൽ റീഫോംസ് ഇന്ത്യൻ എക്കണോമിയിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9th പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. നെക്സ്റ്റ് ചൗധരി ചരൺ സിംഗ്. ചൗധരി ചരൺ സിംഗ് ഇന്ത്യയുടെ പൊളിറ്റീഷ്യൻ ആണ്, ഫ്രീഡം ഫൈറ്ററും കൂടെയാണ്. അദ്ദേഹം നമ്മുടെ 5th പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അതുപോലെ 5th ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ്. ചരൺ സിംഗ് ഈ മഹാത്മാഗാന്ധിയുടെ നോൺ വയലന്റ് സ്ട്രഗിൾ ആയിരുന്നു ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ അദ്ദേഹം ഫോളോ ചെയ്ത ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് തവണ ഇംപ്രിസൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ്. LICയുടെ മ്യൂച്വൽ ഫണ്ട് അപ്പോയിന്റ് ചെയ്തത് രവികുമാർ ജാന് MD ആയിട്ടും CEO ആയിട്ടും അപ്പോയിന്റ് ചെയ്തു. ടാറ്റ AIA ലൈഫ് അപ്പോയിന്റ് ചെയ്തത് വെങ്കടാചലം H CEO and MD. വെങ്കടാചലം എന്ന് പറയുന്നത് നവീൻ തഹിലാനിയുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു പൊസിഷൻ ഏറ്റുവാങ്ങുന്നത്. നെക്സ്റ്റ് അസാം CM ലോഞ്ച്ഡ് മാസ്കോട്ട് അഷ്ടലക്ഷ്മി ഫോർ ഫോർത്ത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 ഇൻ ഗുവാഹട്ടി. അപ്പൊ അസാമിലെ CM ആയിട്ടുള്ള ഡോക്ടർ ഹിമാന്ത ബിസ്വ ശർമ്മ നമ്മുടെ ലോഗോ, മസ്കോട്ട്, അതുപോലെ ജേഴ്സി, ആൻഡം, ഇതെല്ലാം ഖേലോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ മാസ്കോട്ട് അഷ്ടലക്ഷ്മിയാണ്, ദ വൈബ്രന്റ് ബട്ടർഫ്ലൈ ആണ് ഒരു അഷ്ടലക്ഷ്മി എന്നതുകൊണ്ട്. മസ്കോട്ട് എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും, വൈബ്രന്റ് ബട്ടർഫ്ലൈ ആണ്. ഫോർത്ത് ഖേലോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 എന്ന് പറയുന്നത് അസാമില് 19th മുതൽ 29th ഫെബ്രുവരി 2024 നടക്കുന്നത്. ഇനി ഖേലോ ഇന്ത്യ ഗെയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖേലോ ഇന്ത്യ പ്രോഗ്രാം, ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ന്യൂഡൽഹിയിലായിരുന്നു നടന്നത്. അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഖേലോ ഇന്ത്യ ഇനീഷ്യേറ്റീവ് ആയിട്ട് ജോയിൻ ചെയ്ത് 2019 മുതൽ നമ്മൾ ഇതിനെ റീനെയിം ചെയ്തു. ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് എന്നുള്ളത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്നാക്കി മാറ്റി. നെക്സ്റ്റ് ടോം ട്രാഫിക് ഇൻഡെക്സ് 2023. ഇപ്പോൾ 387 സിറ്റീസ് അക്രോസ് 55 കൺട്രീസിലായിട്ട് 6 കോണ്ടിനെന്റ്സിലായിട്ട് 387 സിറ്റീസിനാണ് ഈ ടോം ട്രാഫിക് ഇൻഡെക്സിന് വേണ്ടി ഇവാലുവേറ്റ് ചെയ്തത്. അതിൽ ആവറേജ് ട്രാവൽ ടൈം, ഫ്യൂവൽ കോസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ, അതുപോലെ ഹൈ ക്വാളിറ്റിയും അതുപോലെ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. പക്ഷെ ഇതിലൊരു സാഡസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ ബാംഗ്ലൂരിനും, നമ്മുടെ ഇന്ത്യയിലെ ബാംഗ്ലൂരും പൂനെയും 10 വേഴ്സ്റ്റ് ട്രാഫിക് ആയിട്ടുള്ള ഒരു സിറ്റീസ് ആയിട്ടാണ് ഇതിൽ ഈ ടോം ട്രാഫിക് ഇൻഡെക്സിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഓസ്കാർ അനൗൺസസ് ന്യൂ അവാർഡ് ഫോർ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്. അപ്പോൾ അക്കാദമിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ലാസ്റ്റ് വീക്കിൽ വോട്ട് ചെയ്ത് ഒഫീഷ്യലി ഒരു പുതിയ കാസ്റ്റിംഗ് കാറ്റഗറിയും കൂടെ ആഡ് ചെയ്തു. സ്റ്റാറ്റ്യൂട്ടി വിൽ ബി അവാർഡ് ടു ഫിലിം റിലീസ്ഡ് ഇൻ 2025 റിലീസ് ചെയ്യുന്ന ഫിലിംസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നോമിനേഷൻ ഒക്കെ വരുന്നത് ആ സമയത്താണ്. അപ്പൊ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക എന്തായാലും 2026 അക്കാദമി അവാർഡ് ഫോർ അച്ചീവ്മെന്റ് ഇൻ കാസ്റ്റിംഗ്, അതാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവാർഡ് ഓസ്കാറിൽ. 98th എഡിഷൻ 2026 നമ്മളത് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിലിംസ് 2025 റിലീസ് ചെയ്ത ഫിലിംസ് ആയിരിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞ ടോം ട്രാഫിക് ഇൻഡെക്സ് 2023 ഈ ടോം എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്, റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ലണ്ടൻ ആണ് വളരെ സ്ലോവസ്റ്റ് ട്രാഫിക് ഉള്ളത് 2023 അവരുടെ ഒരു ഇൻഡെക്സ് പ്രകാരം. നെക്സ്റ്റ് PM മത്സ്യ കിസാൻ സമൃദ്ധി യോജന.
അപ്പൊ പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന ഒരു സെൻട്രൽ സെക്ടർ സബ് സ്കീമാണ്. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ കീഴിൽ വരുന്നതാണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഫിഷറീസ് സെക്ടറിനെ കുറച്ചും കൂടെ ഫോർമലൈസ് ചെയ്യാം, അതുപോലെ മൈക്രോ സ്മോൾ എന്റർപ്രൈസസിൽ വർക്ക് ചെയ്യുന്ന ഫിഷറീസിനെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അതിലേക്ക് ആക്സസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാർലമെന്റ് പാസസ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ അമെൻമെന്റ് ബില്ല് 2024 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബില്ല് വാട്ടർ ആക്ട്, അതായത് വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 അമെൻഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതുവഴിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, വാട്ടർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ബില്ല് എന്ന് പറയുന്നത് യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്റ്റർ ഭൂപേന്ദർ യാദവ് ആണ് ഇത് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. അപ്പൊ ഇത് ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ 10, 2020 ബൈ ദി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി. അപ്പൊ ഈ സ്കീം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ്, മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഇവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് തന്നെയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന് പറയുന്നത്. ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൂടെ, അത് ഇന്ത്യൻ ഫിഷറി സെക്ടറിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൂടെ ബ്ലൂ റെവല്യൂഷൻ അച്ചീവ് ചെയ്യുക, 2020-2025 കാലയളവ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ വാട്ടർ അമെൻമെന്റ് ബില്ല് 2024 എന്ന് പറയുന്നത് മൈനർ ഒഫൻസസ്, അതായത് വാട്ടർ പൊല്യൂഷനെ ബന്ധപ്പെട്ട മൈനർ ഒഫൻസസിനെ വരെ നമ്മൾ ഡീക്രിമിനലൈസ് ചെയ്യണം. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ മോണിറ്ററി പെനാൽറ്റിയാണ് കൊണ്ടുവരുന്നത്. അതായത് 10,000 rupees മുതൽ 15 ലക്ഷം രൂപ വരെ, അതിന്റെ ഇടയിൽ ഒരു മോണിറ്ററി പെനാൽറ്റി ആയിട്ട് നമ്മൾ അതിനെ മാറ്റുകയാണ്. ഇതിന് മുന്നേ ക്രിമിനലൈസ്ഡ് ആയിരുന്നു കുറ്റം, അപ്പൊ നമ്മൾ അതിനെ ജയിലിൽ അടക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് മൈനർ ഒഫൻസസിന് നമ്മൾ മോണിറ്ററി പെനാൽറ്റി കൊണ്ടുവന്നു. നെക്സ്റ്റ്, സ്പോർട്ട് സ്റ്റാർ ആസസ് അവാർഡ് 2024. അപ്പൊ തമിഴ്നാടുമാണ് ബെസ്റ്റ് സ്റ്റേറ്റ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് സ്പോർട്ട്. സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ബെസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് തമിഴ്നാടുവിനെയാണ് സെലക്ട് ചെയ്തത് ഈ സ്പോർട്ട് സ്റ്റാർ ആസസ് അവാർഡ് 2024. അപ്പൊ IDFC ഫസ്റ്റ് ബാങ്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് ചാമ്പ്യൻ വെയിറ്റ് ലിഫ്റ്റർ ആയിട്ടുള്ള കർണം മല്ലേശ്വരിക്കാണ്. ഫോമർ ഇന്ത്യൻ ക്രിക്കറ്റർ ആയിട്ടുള്ള ചന്തു ബോർഡേക്കും അത് കിട്ടി. അതുപോലെ മുരളീധരന് ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ ഐക്കൺ അവാർഡ് കിട്ടി. ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് ഡബിൾസ് ചാമ്പ്യനായ റോഹൻ ബൊപ്പണ്ണയ്ക്ക് ഏസ് ഓഫ് ഏസ് അവാർഡ് കിട്ടി. അതില് ഈ സ്പോർട്സ് സ്റ്റാർ ഏസസ് അവാർഡ് 2024 ആരൊക്കെയായിരുന്നു വിന്നേഴ്സ് നോക്കാം. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ മെയില് നീരജ് ചോപ്ര, ജാവലിൻ ആണ് അദ്ദേഹത്തിന്റെ ഫീൽഡ്. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ഫീമെയിൽ ശീതൽ ദേവി, അവര് ആർച്ചറിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ബെസ്റ്റ് PSU ഫോർ ദ പ്രൊമോഷൻ ഓഫ് സ്പോർട്ട് NTPC ലിമിറ്റഡ്. ബെസ്റ്റ് കോർപ്പറേറ്റ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് സ്പോർട്ട് ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് സ്പോർട്ട് SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, തമിഴ്നാടു ആണ്. ഏസ് ഓഫ് ഏസസ് അവാർഡ് റോഹൻ ബൊപ്പണ്ണയ്ക്കാണ് കിട്ടിയത്. അതുപോലെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ഇൻഡിവിജ്വൽ വിഭാഗത്തില് സത്വിക സിറാജ്, റാൻകി റെഡ്ഡിക്കും ചിറാഗ് ചെട്ടിക്കും, ബാഡ്മിന്റൺ ആണ് രണ്ടുപേരും. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ഇൻഡിവിജ്വൽ വിഭാഗത്തില് രമേശ് ബാബു വൈശാലി, ഗ്രാൻഡ് മാസ്റ്റർ ആണ് അവര്. അതുപോലെ സ്വിഫ്റ്റ് കോർ സംറ, ഷൂട്ടർ ആണ്. സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പാരാ സ്പോർട്സില് സുമിത് അൻഡിൽ, ജാവലിൻ ആണ്. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പാരാ സ്പോർട്സില് ടി മുരുകേശൻ, കോച്ച് ഓഫ് ബാഡ്മിന്റൺ ആണ്. പിന്നെ കോച്ച് ഓഫ് ദി ഇയർ രാഹുൽ ദ്രാവിഡ്, കോച്ച് ഓഫ് ദി ഇയർ കിട്ടിയത് രാഹുൽ ദ്രാവിഡ്. നെക്സ്റ്റ്, IIT Madras collaborate with Municious India to develop India's first indigenously designed 155 smart ammunition. But Indian Institute of Technology Madras, IIT Madras, മുനീഷ്യസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് പാർട്ണർഷിപ്പിൽ വന്ന ഒരു ഡിഫൻസ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന് വേണ്ടി ആദ്യത്തെ ഇൻഡിജിനിയസ്ലി ഡിസൈൻഡ് ആയിട്ട് ഒരു സ്മാർട്ട് അമ്യൂണിഷൻ 155 ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് to achieve a circular error probable CEP of 10 meters. കറണ്ട് CEP എന്ന് പറയുന്നത് 500 meters ആണ്. അപ്പൊ അതിലും കുറവ് 10 metersലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ എയിം എന്ന് പറയുന്നത് ഈ ഡിഫൻസ് സെക്ടറിലെ ഇൻഡിജിനൈസേഷനിൽ അച്ചീവ് ചെയ്യുക, അതുപോലെ അക്യുറസി, ലിഥാലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 12th February നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് February 12th എല്ലാ വർഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. NPCCന്റെ മിഷൻ എന്ന് പറയുന്നത്, ഈ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേയുടെ മിഷൻ എന്ന് പറയുന്നത്
കൺട്രിയുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. 2024 തീം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, പ്രൊഡക്ടിവിറ്റി എഞ്ചിൻ ഫോർ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി എഞ്ചിൻ ആണ് AI എന്നുള്ളത് നമ്മളിപ്പം മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പൊ അതാണ് 2024 തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രൊഡക്ടിവിറ്റി വീക്ക് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് February 12 മുതൽ February 18 വരെയാണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ 12 February ഇന്റർനാഷണൽ എപ്പിലെപ്സി ഡേയും കൂടെ ആയിരുന്നു. ഇന്റർനാഷണൽ എപ്പിലെപ്സി ഡേ എന്ന് പറയുന്നത് സെക്കൻഡ് മൺഡേ ഓഫ് ഫെബ്രുവരി, ഓരോ വർഷവും സെക്കൻഡ് മൺഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രാവശ്യം February 12 സെക്കൻഡ് മൺഡേ വന്നത്. അപ്പൊ 12 February ആയിരുന്നു ഇന്റർനാഷണൽ എപ്പിലെപ്സി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട അവയർനെസ് റേസ് ചെയ്യാം, അതുപോലെ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിന് ആളുകൾക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. 2024 തീം എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺസ് ഓൺ മൈ എപ്പിലെപ്സി ജേർണി എന്നുള്ളതായിരുന്നു. അതുപോലെ 12 February 2024 200th ബർത്ത്ഡേ ആനിവേഴ്സറി ഓഫ് മഹർഷി ദയാനന്ദ സരസ്വതി. മഹർഷി ദയാനന്ദ സരസ്വതിയുടെ 200ാമത്തെ ബർത്ത്ഡേ ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു 12 February. അപ്പൊ PM മോദി ഈ സ്വാമി ദയാനന്ദ അതുപോലെ ഗുജറാത്തില് ദയാനന്ദയുടെ ബർത്ത് പ്ലേസിൽ വെച്ച് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. അവിടെ അദ്ദേഹം നമ്മുടെ PM അതിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു. അപ്പൊ മഹർഷി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലിയർ നെയിം എന്ന് പറയുന്നത് മൂൾ ശങ്കർ തിവാരി എന്നായിരുന്നു. അദ്ദേഹം ആര്യ സമാജിന്റെ ഫൗണ്ടർ ആണ്. ഇനി 11th February പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഡെത്ത് ആനിവേഴ്സറി ആണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി February 11 പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഉപാധ്യായ എന്ന് പറയുന്ന RSSന്റെ ഫംഗ്ഷണറി ആണ്. ഭാരതീയ ജൻസാഗിന്റെ ഫൗണ്ടിങ് മെമ്പറും കൂടെയാണ് അദ്ദേഹം. ഭാരതീയ ജൻസാഗിന്റെ ഒരു ലീഡറും കൂടെയായിരുന്നു 1953 മുതൽ 1968 വരെ. അപ്പോ പഞ്ചായന എന്ന് പറയുന്ന ഒരു ഡെയിലി സ്വദേശ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തത് അദ്ദേഹമാണ്. അതുപോലെ 11th February വേൾഡ് യുനാനി ഡേ കൂടെ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ഇപ്പോ ഹക്കീം അജ്മൽ ഖാൻ ഒരു എമിനന്റ് ഇന്ത്യൻ യുനാനി ഫിസിഷ്യൻ ആണ്, ഒരു സോഷ്യൽ റിഫോർമർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആയി ബന്ധപ്പെട്ടാണ് നമ്മൾ വേൾഡ് യുനാനി ഡേ 11th February നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ 2017 മുതൽ ആയുഷ് മിനിസ്ട്രി ഇദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി യുനാനി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിരുന്നു. അപ്പൊ യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് യുനാനി ടിബ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്, അറേബ്യൻ മെഡിസിൻ അല്ലെങ്കിൽ ഇസ്ലാമിക് മെഡിസിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ആൻഷ്യന്റ് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ് ഇതിന്റെ റൂട്ട് വരുന്നത്. 11th February ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾ ഇൻ സയൻസ് എന്നുള്ള ഒരു ഡേ ആയിട്ട് കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അതിന്റെ തീം എന്ന് പറയുന്നത് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ലീഡർഷിപ്പ് എ ന്യൂ എറ ഫോർ സസ്റ്റൈനബിലിറ്റി എന്നുള്ളതായിരുന്നു. അപ്പൊ ഇതിന്റെ സബ് തീം എന്ന് പറയുന്നത് തിങ്ക് സയൻസ് തിങ്ക് പീസ് എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ഡേ ഒബ്സർവ് ചെയ്തത് UN ആണ്. അതായത് വുമൺസിന് സയൻസിലേക്കുള്ള ഒരു ഫുൾ ആൻഡ് ഈക്വൽ ആക്സസും പാർട്ടിസിപ്പേഷനും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കൂടാതെ ടെക്നോളജി ഫീൽഡിൽ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ, മാത്തമാറ്റിക്സിന്റെ ഫീൽഡിലെല്ലാം അതിനെല്ലാം ചേർത്ത് നമ്മൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഫീൽഡിന് മൊത്തത്തിൽ നമ്മൾ സ്റ്റെം ഫീൽഡ് എന്ന് പറയും. അതിലെ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്വാതി, അതായത് സയൻസ് ഫോർ വുമൺ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൻസ് ആൻഡ് ഗേൾസ് ഇൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ന്യൂഡൽഹിയിൽ ഇത്തരമൊരു സ്വാതി പോർട്ടൽ ലോഞ്ച് ചെയ്തത്. അപ്പൊ ഇത് ഒരു സിംഗിൾ ഓൺലൈൻ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഇന്ത്യൻ വുമൻസിനും ഈ സ്റ്റമ്മിലുള്ള ഇന്ത്യൻ വുമൻസിനും ഗേൾസിനും ഒരു സിംഗിൾ ഓൺലൈൻ പോർട്ടലാണ് സ്വാതി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫോക്കസ് ചെയ്യുന്നത് സയൻസ് ഫോർ വുമൺ ആൻഡ് വുമൺ ഇൻ സയൻസ് എന്നുള്ള ആ ഒരു ടാഗ് ലൈനിലാണ്. നെക്സ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ്, ഹാപ്സ് എന്ന് പറയും. അപ്പൊ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ് ഇത്. ഇത് നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള പീരീഡ് ഓഫ് ഓപ്പറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിപ്പിക്കലി സ്ട്രാറ്റോസ്ഫിയറിലെ ആ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഹാപ്സ് എന്ന് പറയുന്ന ഒരു ആൾട്ടിറ്റ്യൂഡ് ഓഫ് 18 to 20 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ് വരെ പോകാൻ പറ്റും, കൊമേഴ്ഷ്യൽ എയ്റോപ്ലെയിനേക്കാളും ഡബിൾ എന്നുള്ള ഒരു ഇതില്. അപ്പൊ ഒരു സോളാർ പവേർഡ് ആണ് ഈ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് എയറിൽ കുറെ നാളുകളോടെ നിൽക്കാൻ പറ്റും, അതുപോലെ ഇയേഴ്സോളം വേണമെങ്കിൽ നിൽക്കാൻ പറ്റും. അതുപോലെ സാറ്റലൈറ്റ്സിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. സാറ്റലൈറ്റ്സിനെ പോലെ തന്നെയുള്ള അഡ്വാൻറ്റേജസ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് വെതർ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആൻഡ് ഡാറ്റ സിസ്റ്റം, വിൻഡ് എന്ന് പറയുന്നത്. ജൂലൈയിൽ 2023 മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ വെതർ ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ക്രൂഷ്യൽ വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ ഇത് ഈ വെതറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മുടെ ഈ വിൻഡ് എന്ന് പറയുന്ന സിസ്റ്റം വഴി, ആ ഒരു നെറ്റ്വർക്ക് വഴി ഫാർമേഴ്സിനും കൂടെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നത്. നെക്സ്റ്റ് സോനം ലോസാർ സെലിബ്രേറ്റഡ് ഇൻ നേപ്പാൾ. സോനം ലോസാർ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. തമാങ് അതുപോലെ ഹൊൽമോ കമ്മ്യൂണിറ്റീസ്, നേപ്പാളിലുള്ള 2 കമ്മ്യൂണിറ്റീസ് ആണ്. അതുപോലെ സിക്കിമിലും ഡാർജിലിംഗിലും റീജിയൻസിലും ഇന്ത്യയിലെ ഭാഗത്തും ഒരു ന്യൂ ഇയർ ഡേ സെലിബ്രേറ്റ് ചെയ്തതാണ് ഈ ഒരു സോനം ലോസാർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സെക്കൻഡ് ന്യൂ മൂൺ ആണ്, അതായത് വിന്റർ സോൾസ്റ്റൈസിന് ശേഷം വരുന്ന സെക്കൻഡ് ന്യൂ മൂൺ ആണിത്. ഇത് യൂഷ്വലി മാഘ് ശുക്ല പ്രതിഭാത, ഒരു ഈസ്റ്റർ ലൂണാർ കലണ്ടർ പ്രകാരമാണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ടൈഗർ ഇയർ എൻറ്റേഴ്സ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കൗ ഇയർ. കൗ ഇയറിന് ശേഷം വരുന്ന ടൈഗർ ഇയർ ആയിട്ടാണ് ഇവരതിനെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് CAA will be implemented before ലോക്സഭ ഇലക്ഷൻ. അമിത് ഷാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബിൽ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2016 ലോക്സഭയിൽ. അത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അമെൻഡ് ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പൊ രാജ്യസഭ ഡിസംബർ 11, 2019 ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് പാസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ബില്ല് റിലീജിയൻ ടു നോൺ മുസ്ലിം കമ്മ്യൂണിറ്റീസിന്, അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിലും പാകിസ്ഥാനും ഒക്കെയുള്ള ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ്, അതായത് ഇന്ത്യയിലേക്ക് ഡിസംബർ 31, 2014 അല്ലെങ്കിൽ അതിന് മുന്നോ എൻട്രി ചെയ്തവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ബില്ല് എന്ന് പറയുന്നത് ഒരു പേഴ്സണെ 6 കമ്മ്യൂണിറ്റീസ്, അതായത് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ 6 കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ളതാണ്. ഈവൺ വിത്തൗട്ട് എ പ്രൂഫ് ഓഫ് ബർത്തിന്റെ ഒരു പ്രൂഫ് ഇല്ലാതെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു 6 വർഷമായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പ്രൂഫ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ ആണ് ഈ ബില്ല് ഇനാബിൾ ചെയ്തത്. അപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് ബില്ല് എന്ന് പറയുന്നത് ട്രൈബൽ ഏരിയാസിൽ, അതായത് ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര പോലുള്ള ട്രൈബൽ ഏരിയാസിൽ ഇത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇത് അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലും മിസോറാമിലും നാഗാലാൻഡിലും, അതായത് ഇന്നർ ലൈൻ പെർമിറ്റ് ഉള്ള ഏരിയാസിലൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് എത്തിഹാഡ് എയർവേസ് ആദ്യത്തെ പ്രിൻസിപ്പൽ സ്പോൺസർ ആയിരിക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ. അപ്പൊ അബുദാബിയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെയ്തിരിക്കുന്ന ഒന്നാണ് എത്തിഹാഡ് എയർവേസ് എന്ന് പറയുന്നത്. സെപ്റ്റംബർ 2023 അവര് ബോളിവുഡ് സ്റ്റാർ കത്രീന കൈഫ് അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ആയിട്ട് സൈൻ അപ്പ് ചെയ്തു. അപ്പൊ കത്രീന കൈഫ് തന്നെയാണ് എത്തിഹാഡ് എയർവേസിന്റെ ബ്രാൻഡ് അംബാസിഡർ, അതുപോലെ തന്നെ CSKയുടെ ബ്രാൻഡ് അംബാസിഡർ. CSKനെ അവര് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, അവരാണ് ഇപ്പൊ അതിന്റെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ പാത്തും നിസാൻഖ becomes first ശ്രീലങ്കൻ ടു സ്മാഷ് ODI ഡബിൾ സെഞ്ചുറി. അപ്പൊ നിസാൻഖ ശ്രീലങ്കയുടെ ഫസ്റ്റ് എവർ ഡബിൾ സെഞ്ചുറി സ്കോർ ചെയ്യുന്ന ആളായിട്ട് മാറിയിരിക്കുന്നത് ODIയിൽ, വൺ ഡേ ഇന്റർനാഷണലിൽ. അത് അഫ്ഗാനിസ്ഥാനെതിരെ പല്ലക്കിലിയിൽ നടന്നതാണ്. അപ്പൊ അദ്ദേഹം he also became the player who now has the highest individual score in Sri Lankan ODI history. ശ്രീലങ്കൻ ODI ഹിസ്റ്ററിയിൽ ഹയസ്റ്റ് സ്കോർ നേടുന്ന ഇൻഡിവിജ്വൽ ആയി കൂടെ മാറിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം സർപ്പാസ് ചെയ്ത് വന്നത് സനൻ ജയസൂര്യ എന്ന് പറയുന്ന, അദ്ദേഹം ഇന്ത്യക്കെതിരെ നേടി 2000 എന്ന് പറയുന്ന ആ ഒരു സ്കോർ, 189 എന്ന് പറയുന്ന ഒരു സ്കോർ 2000 അദ്ദേഹം നേടിയിരുന്നു. അതിനെ സർപ്പാസ് ചെയ്തുകൊണ്ടാണ് നിസൻഖ ഫസ്റ്റ് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ നേടുന്ന ആളായിട്ട് മാറിയത്. ലോഞ്ച് ഓഫ് UPI സർവീസസ് ഇൻ ശ്രീലങ്ക ആൻഡ് മൗറീഷ്യസ്. അപ്പൊ നമ്മുടെ UPI സർവീസസ് നമ്മൾ പല രാജ്യങ്ങളിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യൻസ് ട്രാവലിംഗ് ടു ശ്രീലങ്ക കെൻ നൗ പേ വിത്ത് UPI. ഇപ്പൊ ശ്രീലങ്കയിലേക്കൊക്കെ പോകുന്ന ഇന്ത്യൻസിന് ഇപ്പൊ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI വെച്ചിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് പേ ചെയ്യാൻ പറ്റും. അവിടെ അതിന് ലങ്ക QR കോഡ് എന്നാണ് പറയുക. ലങ്ക QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് UPI വഴി നമ്മുടെ പേയ്മെന്റ് ഒക്കെ പേ ചെയ്യാം. റുപേ കാർഡ് മൗറീഷ്യസിലും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്വിറ്റ്സർലാൻഡ് ടൂറിസം ഹോർഡേഴ്സ് നീരജ് ചോപ്ര വിത്ത് പ്ലാക്യൂ അറ്റ് ജുഗ് ഫോർട്ട്സ് ഐസ് പാലസ്. ഇപ്പൊ ഇന്ത്യയുടെ ഒളിമ്പിക് അതുപോലെ വേൾഡ് ചാമ്പ്യൻ ജാവലിൻ ത്രോവർ ആയിട്ടുള്ള നീരജ് ചോപ്രയുടെ ഐസ് പാലസ്, അത് ജുഗ് ഫ്രോജോസിൽ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ അതിന് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നാണ് സ്വിറ്റ്സർലൻഡിൽ പറയുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഓണർ ചെയ്തു എന്നാണ് പറയുന്നത്.
Government of India announces the inaugural edition of the National Creators Award. ഇപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ ഇന്നോവേറ്റേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ അവാർഡ് എക്സെപ്ഷണൽ ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും ഉള്ള 20+ കാറ്റഗറീസിലോട്ടാണ് ഈ അവാർഡ് പോകുന്നത്. നെക്സ്റ്റ്, നരേന്ദ്രകുമാർ യാദവ്, ഫസ്റ്റ് സിവിൽ സർവന്റ് IRS ഓഫീസർ ആണ്. അദ്ദേഹം ഇന്ത്യയുടെ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ അംബാസിഡറായിട്ട്, ബ്രാൻഡ് അംബാസിഡറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റില് നാഷണൽ വൈഡ് ഇനീഷ്യേറ്റീവ് ആണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ലോഞ്ച് ചെയ്തതാണ്. ഇന്ത്യൻസിനെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് സ്പോർട്സിൽ, ഡെയിലി ലൈഫിൽ സ്പോർട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നരേന്ദ്രകുമാർ യാദവ് IRS വന്നിരിക്കുകയാണ്. നെക്സ്റ്റ്, the olive ridley turtles arrive in India's eastern coast to nest. അപ്പോൾ ഇത് ഡിസംബർ ടു ഏപ്രിൽ എല്ലാ വർഷവും നടക്കുന്ന ഒന്ന് തന്നെയാണ്. ഒലിവ് റിഡ്ലി ടർട്ടിൽ എന്ന് പറയുന്നത് വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള സീ ടർട്ടിൽസിൽ തന്നെ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ടർട്ടിൽസ് ആണ്. ഇവർക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇവർ മാസ് ആയിട്ട് വന്ന് നെസ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ അരിബാഡ എന്നാണ് പറയുക. മാസ് നെസ്റ്റിംഗ് ഓഫ് ടർട്ടിൽ, ഈ ഒലിവ് റിഡ്ലി ടർട്ടിൽസിൽ നമ്മൾ അരിബാഡ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടാണ് പറയുന്നത്. ഇവര് തൗസൻഡ്സ് ഓഫ് ഫീമെയിൽസ് ഒരുമിച്ച് ബീച്ചിൽ വന്നിട്ട് അവര് എഗ് ലേ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് മെയിൻലി വാം വാട്ടേഴ്സിൽ, ഇത് പസഫിക്, അറ്റ്ലാന്റിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻസ് പോലുള്ള വാം വാട്ടേഴ്സിലാണ് മെയിനായിട്ട് കാണുന്നത്. ഒഡീഷയുടെ കഹിർമാത മെറൈൻ സാങ്ച്വറി ഉണ്ട്. അത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് റൂക്കറി എന്ന് പറയുമ്പോൾ ബ്രീഡിംഗ് അനിമൽസിന്റെ കോളനി ഉള്ള ഒരു സ്ഥലമാണ് അത്. മെയിനായിട്ട് സീ ടർട്ടിൽസിന്റെ. ഇവരുടെ കൺസർവേഷൻ സ്റ്റാറ്റസ്, ഒലിവ് റിഡ്ലി ടർട്ടിൽസിന്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ IUCN റെഡ് ലിസ്റ്റ് വൾണറബിൾ ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ 1972 പ്രകാരം നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ 1-ലാണ്, ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് ഇവര്. സൈറ്റിന്റെ അപ്പൻഡിക്സ് വഴി നോക്കുകയാണെങ്കിൽ അപ്പൻഡിക്സ് 1-ലാണ് ഇവര് ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റ്സ് ആധി മഹോത്സവ്. അപ്പോൾ ഇതിന്റെ വെന്യൂ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം ആണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യൻ ട്രൈബൽ ഹെറിറ്റേജിന്റെ റിച്ച് ഡൈവേഴ്സിറ്റി ഷോക്കേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം ഈ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നത് ഫെബ്രുവരി 10 മുതൽ ഫെബ്രുവരി 18 വരെയാണ്. ആദി മഹോത്സവം എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യുന്നത് ട്രൈഫെഡ് ആണ്, അതായത് ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ്, അണ്ടർ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിൽ. Next, CSIR NAL successfully tested unmanned aerial vehicle high altitude pseudo satellite HAPS എന്ന് പറയും. അപ്പോൾ CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി ആണ് CSIR NAL എന്ന് പറയുന്നത്. ബാംഗ്ലൂരിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അവര് അൺമാൻഡ് ആയിട്ടുള്ള ഏരിയൽ വെഹിക്കിൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തു എന്നാണ് ന്യൂസിൽ വരുന്നത്. ഇത് ഡ്രോൺ പോലെ തന്നെയാണ് ഈ HAPS എന്ന് പറയുന്നത്. പക്ഷെ എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവര് സ്ട്രാറ്റോസ്ഫിയറിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് കൊമേഴ്ഷ്യൽ പ്ലെയിൻ പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ എബോവ്. അപ്പൊ ഇവരുടെ സോളാർ സെൽ പവേർഡ് തന്നെയാണ് ഇവരും. ബാറ്ററി സിസ്റ്റം ഉണ്ട്. ഇവർക്ക് ഒരു 20 കിലോമീറ്റർ ഹൈറ്റിലുള്ള പറക്കാൻ പറ്റും. മാസങ്ങളോളം ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സ്ട്രാറ്റോസ്ഫിയറിൽ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സസ് സെറ്റ് ടു ഹോസ്റ്റ് 67th ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റ് ഇൻ ലക്നൗ. ഇപ്പോൾ ലക്നൌവില് ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റ് നടക്കാൻ പോവാണ്. ഫെബ്രുവരി 12 നടന്നു. ഫെബ്രുവരി 12 to 16 വരെയായിരുന്നു. അപ്പൊ ഈ മീറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് സെൻട്രൽ നിന്നും സ്റ്റേറ്റിൽ നിന്നുള്ള 29ഓളം ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ് 13th ഫെബ്രുവരി വേൾഡ് റേഡിയോ ഡേ ആയിരുന്നു. അപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് റേഡിയോ എ സെഞ്ച്വറി ഇൻഫോർമിംഗ്, എന്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് റേഡിയോ ട്രാൻസ്മിഷൻ നടത്തിയത് G. മാർക്കോണി ആണ് 1895. 13th ഫെബ്രുവരി നാഷണൽ വുമൻസ് ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ ഇത് സരോജിനി നായിഡുവിന്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സരോജിനി നായിഡു നമുക്കറിയാം വളരെ നമ്മുടെ ഫ്രീഡം ഫൈറ്റിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വെൽ നോൺ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പൊ സരോജിനി നായിഡു നമ്മുടെ ആദ്യത്തെ INCയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വുമൺ പ്രസിഡന്റ്. കാൻപൂർ സെക്ഷനിലെ 1925 കാൻപൂർ സെക്ഷൻ നടന്നത്. അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ ഗവർണറും കൂടെ ആയിരുന്നു അദ്ദേഹം, ഉത്തർപ്രദേശില് 1947. നെക്സ്റ്റ് ഇന്റർനാഷണൽ കോണ്ടം ഡേ. അപ്പൊ 2009 എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ആണ് ഈ ഇന്റർനാഷണൽ കോണ്ടം ഡേ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോ ഇതെന്ന് പറയുന്നത്
ക്വാണ്ടംസ് എന്ന് പറയുന്നത് പെർത്ത് കൺട്രോളിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ വർഷവും ഒരു 1 മില്യൺ പീപ്പിൾസോളം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. കൂടാതെ 80 മില്യൺ അൺഇന്റൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസും ഗ്ലോബലി നടക്കുന്നുണ്ട്. അപ്പോ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ ക്വാണ്ടം ഡേ എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, വേൾഡ് മാരത്തോൺ റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള കെൽവിൻ കിപ്തോം ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചു. അപ്പൊ വേൾഡ് മാരത്തോൺ റെക്കോർഡ് ഹോൾഡർ കെൽവിൻ കിപ്തോം അദ്ദേഹത്തിന്റെ കോച്ചും ഒരു ട്രാഫിക് ആക്സിഡന്റ് ഫെബ്രുവരി 12 മരണപ്പെട്ടു. കിപ്തം 24 ഇയേഴ്സ് ആയിരുന്നു. അദ്ദേഹം ചിക്കാഗോ മാരത്തോണില് 2 hours 1 minute and 9 seconds എന്നുള്ളതായിരുന്നു റെക്കോർഡ്. അതിനെ മറികടന്നുകൊണ്ട് 2 hours 35 seconds അദ്ദേഹം ഒരു മാരത്തോൺ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതൊരു വേൾഡ് റെക്കോർഡ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ന്യൂസിൽ വരുന്നത്. നെക്സ്റ്റ്, ഓസ്ട്രേലിയ ലിഫ്റ്റ് അണ്ടർ-19 മെൻസ് വേൾഡ് കപ്പ് ബീറ്റിംഗ് ഇന്ത്യ ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ബെനോനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അണ്ടർ-19 മെൻസ് വേൾഡ് കപ്പ് നടന്നത്. അപ്പൊ ഓസ്ട്രേലിയയാണ് അതിൽ വിജയിച്ചത്. ഓസ്ട്രേലിയ ഫൈനലില് ഇന്ത്യനെയാണ് ബീറ്റ് ചെയ്തത്. 79 റൺസിനായിരുന്നു ഇന്ത്യ തോറ്റുപോയത്. നെക്സ്റ്റ്, അമിത് പങ്കാൽ ആൻഡ് സച്ചിൻ സിവാജ് ബാഗ് ഗോൾഡ് മെഡൽസ് അറ്റ് സ്ത്രന്ത്ച മെമ്മോറിയൽ ടൂർണമെന്റ് ഇൻ ബൾഗേറിയ. അപ്പൊ ബൾഗേറിയയില് 75ാമത്തെ സ്ത്രന്ത്ച മെമ്മോറിയൽ ടൂർണമെന്റ് നടന്നു. അതില് ഇന്ത്യയിലെ സിഗത് സറീനും അതുപോലെ മറ്റു 3 ഇന്ത്യൻസിനും സിൽവർ മെഡൽസും കിട്ടിയിരുന്നു. സുമിത് നംഗൽ ലിഫ്റ്റ് ചെന്നൈ ഓപ്പൺ ATP ചലഞ്ചർ ട്രോഫി. ഇപ്പൊ ടെന്നീസ് ചെന്നൈ ഓപ്പൺ ATP ചലഞ്ചർ ഫിനാലയില് ഇന്ത്യയുടെ ടോപ്പ് റാങ്കഡ് സുമിത് നഗലിന് 5ാമത്തെ ചലഞ്ചർ ടൈറ്റിൽ കിട്ടി. അദ്ദേഹം ഇറ്റലിയുടെ ലുക്ക നാർഡിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. നെക്സ്റ്റ്, മുംബൈ ഓപ്പൺ 2024. ഇപ്പോൾ LNT മുംബൈ ഓപ്പൺ WTA ടൂർണമെന്റ് ഒരു പ്രൊഫഷണൽ വുമൺ ടെന്നീസ് ടൂർണമെന്റ് ആണ്. ഫെബ്രുവരി 5 മുതൽ 11 വരെയാണ് ക്രിക്കറ്റ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടന്നു. ഈ ടൂർണമെന്റ് ആക്ച്വലി 2024 WTA 125 ടൂർണമെന്റ്സിന്റെ ഭാഗമാണ്. അപ്പൊ ഡർജ സെമനിസ്താച്ച ലാറ്റ്വിയയുടെ ഒരു പ്ലെയർ ആണ്. അവര് സ്റ്റോം ഹണ്ടർ എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ പ്ലെയറിനെയാണ് ബീറ്റ് ചെയ്തത്. നെക്സ്റ്റ്, സംഗീത് നാടക അക്കാദമി ടു സെറ്റപ്പ് ദക്ഷിൺ ഭാരത് സാംസ്കൃതിക് കേന്ദ്ര ഇൻ ഹൈദരാബാദ്. അപ്പൊ സംഗീത നാടക അക്കാദമി എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്. മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിലാണ് വരുന്നത്. അതൊരു ഈ കൺട്രിയിലെ ആർട്സുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ പെർഫോം ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ്. ഇപ്പോൾ റീജിയണൽ സെന്റർ ആദ്യമായിട്ടാണ് സംഗീത നാടക അക്കാദമി ഹൈദരാബാദിൽ കൊണ്ടുവരുന്നത്. അക്കാദമിക്ക് സൗത്ത് ഇന്ത്യയിലെ വേറെ പ്രസൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് ആദ്യത്തേതാണ്. നെക്സ്റ്റ്, വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2024. ഇന്ത്യ, തുർക്കി അതുപോലെ ഖത്തർ ഇവര് 3 പേരും ഓണർ ഓഫ് ഗസ്റ്റ് ആയിട്ട് വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അത് ദുബായിൽ വെച്ചിട്ട് ഫെബ്രുവരി 12 മുതൽ 14 വരെയാണ് നടന്നത്. ഈ വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2024 തീം എന്ന് പറയുന്നത് ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ്സ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതായത് ഫ്യൂച്ചർ ചലഞ്ചസിനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വെച്ചുകൊണ്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് ഗവൺമെന്റ്സിനെ ഇനാബിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോർമർ PM അലക്സാണ്ടർ സ്റ്റെപ്പ് വിൻസ് ഫിൻലാൻഡ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അപ്പൊ ഫോർമർ PM അലക്സാണ്ടർ സ്റ്റെപ്പ് ഫിൻലാൻഡിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വിൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ന്യൂസിൽ വരുന്നത്. ഏപ്രിൽ 2023 ഫിൻലാൻഡ് നാറ്റോയുടെ 31st മെമ്പർ ആയിട്ട് മാറിയിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാറ്റോയിൽ ഒരു പുതിയ മെമ്പർ വന്നു, ഫിൻലാൻഡ്. അപ്പൊ ഫിൻലാൻഡ് അതിന്റെ ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അത് എവിടെയാണ്? നോർത്തേൺ യൂറോപ്യൻ നേഷൻ ആണ്. അത് ബോർഡർ സ്വീഡനും നോർവേയും റഷ്യയൊക്കെ അതിന് ബോർഡർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ക്യാപിറ്റൽ ഹെൽസിങ്കി ആണ്. കറൻസി യൂറോ ആണ്. PM എന്ന് പറയുന്നത് പെറ്ററി ഓർക്കോ ആണ്. നെക്സ്റ്റ്, KPP നമ്പ്യാർ അവാർഡ് ഫോർ ISRO ചെയർമാൻ S സോംനാഥ്. അപ്പൊ ISROയുടെ ചെയർമാൻ ആയിട്ടുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാൻ S സോംനാഥ് ആണ്. അദ്ദേഹത്തിന് KPP നമ്പ്യാർ അവാർഡ് കിട്ടി. അപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് കേരള സെക്ഷനിലാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്. ഈ IE എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് അഡ്വാൻസിങ് ടെക്നോളജി ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനും ഗ്രൂപ്പ്സിനൊക്കെയാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യ ബംഗ്ലാദേശ് ഓപ്പൺ ട്രേഡ് ത്രൂ മയ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ഒരു പോർട്ടുള്ള ഒരു സ്ഥലമാണ്.
സുൽത്താൻഗഞ്ച് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ പോർട്ടാണ്. ഇപ്പൊ റിവർ പോർട്ടുകളാണ്, ഗംഗാ റിവറിലാണ് ഉള്ളത്. അപ്പൊ ഇതൊരു സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പാണ്. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് കണക്ടിവിറ്റിയും ട്രേഡും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പാണ്. ഇതിന്റെ ഒരു ട്രയൽ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ വെസൽസ് ട്രയൽ ആയിട്ട് മൂവ്മെന്റ് ചെയ്ത് നോക്കിയായിരുന്നു. മേയാ പോർട്ട്, ഇന്ത്യയുടെ മേയാ പോർട്ടിൽ നിന്ന് ബംഗ്ലാദേശിന്റെ സുൽത്താൻഗഞ്ച് പോർട്ടിലേക്ക് ഒരു ട്രയൽ വെസൽ മൂവ്മെന്റ് ഫെബ്രുവരി 12 നടത്തിയായിരുന്നു. നെക്സ്റ്റ് സ്വച്ഛത ഗ്രീൻ ലീഫ്. ഇതൊരു സർട്ടിഫിക്കേഷൻ സിസ്റ്റം, ഒരു റേറ്റിംഗ് സിസ്റ്റം ആണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ടൂറിസം നവംബർ 2023 ഇത് ലോഞ്ച് ചെയ്തത്. നമ്മുടെ ഈ റിസോർട്ടുകൾ, ഹോട്ടൽസ്, ഹോം സ്റ്റേ, ഇവിടെയൊക്കെ വേൾഡ് ക്ലാസ് ഹൈജീൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ട് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ലോഞ്ച് ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ സാനിറ്റേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടും ജൽശക്തി മിനിസ്ട്രിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുമാണ്. അപ്പോൾ ടൂറിസം സെക്ടറിലെ കോമൺ ഗോൾസിന് വേണ്ടിയിട്ട് ഒരു കൊളാബറേറ്റീവ് അച്ചീവ്മെന്റ്സും ഒരു അവയർനെസ് ഒക്കെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദുബായ് ടു ഹാവ് എ വേൾഡ് ഫസ്റ്റ് എയർ ടാക്സി. ഇപ്പൊ വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് ദുബായിൽ നടന്നു എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിലവര് വേൾഡിൽ ആദ്യത്തെ തന്നെ എയർ ടാക്സി സർവീസ് കൊണ്ടുവന്നു. എയർ ടാക്സിയുടെ പേര് ജോബി ഏവിയേഷൻ S4 എന്നാണ്. അതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എയർ ക്രാഫ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് 4 പാസഞ്ചേഴ്സിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക വിത്ത് എ പൈലറ്റ്. അപ്പൊ ഈ എയർ ടാക്സി പ്രൊജക്ട് എന്ന് പറയുന്നത് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് നോയിസ് ലെവൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നോയിസ് ലെവൽ ഇല്ല. അതുപോലെ ഓപ്പറേറ്റിംഗ് എമിഷൻസ് ഇല്ല, 0 ആണ്. കൂടാതെ പാസഞ്ചേഴ്സിന്റെ കൺവീനിയൻസ് ഒക്കെ എൻഹാൻസ് ചെയ്യിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യൻ എയർഫോഴ്സ് സറാം ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീം ടു പാർട്ടിസിപ്പേറ്റ് അറ്റ് സിംഗപ്പൂർ എയർ ഷോ 2024. അപ്പൊ സിംഗപ്പൂരിൽ ഒരു എയർ ഷോ നടക്കുന്നുണ്ട് 2024. അപ്പൊ അതിലേക്ക് നമ്മുടെ ഒരു 71 ഇന്ത്യൻ എയർഫോഴ്സ് പേഴ്സൺസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീമായിട്ട് സറാം ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീം എന്നാണ് അത് പറയുന്നത്. അപ്പൊ ഇത് സിംഗപ്പൂരിലെ പയാ ലബാർ എയർബേസിലാണ് ഇത് നടക്കുന്നത്. നെക്സ്റ്റ്, എയിംസ് ഡൽഹിയും SBIയും കൂടെ ചേർന്ന് സ്മാർട്ട് പേയ്മെന്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അതൊരു ഹസൽ ഫ്രീ പേയ്മെന്റ് സിസ്റ്റം ആണ്. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ മൻസുഖ് മന്ദാവിയ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അതുപോലെ ഡൽഹി SBI സ്മാർട്ട് പേയ്മെന്റ് കാർഡും കൂടെ ചേർന്നിട്ട് ഒരു ഹാസൽ ഫ്രീ പേയ്മെന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SBI എയിംസ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് എല്ലാ പേഷ്യൻസിനും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സർവീസ് ചാർജസ് ഒന്നും അവർ ഈടാക്കുന്നില്ല. എല്ലാ പേഷ്യൻസിനും അഡ്മിഷന്റെ സമയത്ത് സ്മാർട്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ്, ഒഡീഷ ഡിക്ലെയർസ് ഗുപ്തേശ്വർ ഫോറസ്റ്റ് ഇൻ കൊറാപുത്ത് ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് 4th ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്. അപ്പൊ ഒഡീഷയിൽ ഓൾറെഡി 3 ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട്. അപ്പൊ 4ാമത്തെ ആയിട്ട് ഒരെണ്ണം കൂടെ അവർ ആഡ് ചെയ്തു. 350 ഹെക്ടർ ഫോറസ്റ്റ് ഏരിയ എല്ലാം ദന്ത്രഖോൾ റിസർവ് ഫോറസ്റ്റിൽ ഉള്ള ഒരു ലൊക്കേഷൻ ആണ് അവർ തിരഞ്ഞെടുത്തത്. അത് ജയ്പൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് ട്രഡീഷണലി അവിടെ ഈ ഫോറസ്റ്റിലുള്ള ക്രൂസിനൊക്കെ വർഷിപ്പ് ചെയ്യുന്ന കുറെ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അവരതിനൊരു സാക്രഡ് സിഗ്നിഫിക്കൻസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലൈംസ്റ്റോൺ കേവ്സ് ഒക്കെ ഗുപ്തേശ്വർ പോസ്റ്റിലെ ലൈംസ്റ്റോൺ കേവ്സ് ഉണ്ട്. 8 സ്പീഷീസോളം 8 സ്പീഷീസ് ഓഫ് ബാറ്റ്സ് ഔട്ട് ഓഫ് ടോട്ടൽ 16 സ്പീഷീസ് ഫൗണ്ട് ഇൻ സദേൺ ഒഡീഷ. സദേൺ ഒഡീഷയിൽ കാണുന്ന 16ഓളം സ്പീഷീസ് ബാറ്റിലെ 8 സ്പീഷീസും ഈ പറയുന്ന പുതിയ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റിനകത്ത് പ്രസന്റ് ആണ്. നെക്സ്റ്റ്, PM മോദി അനൗൺസസ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇത് സോളാർ പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അപ്പോ ഒരു 75,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പ്രൊജക്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോ 1 കോടി ഹൗസ് ഹോൾഡിന് 300 യൂണിറ്റോളം ഫ്രീ ഇലക്ട്രിസിറ്റി എല്ലാ മാസവും കൊടുക്കാം. ഇത് സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴിയാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ലീഡിംഗ് ശ്രീലങ്ക ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചലഞ്ച് 2024. ഇപ്പോൾ ശ്രീലങ്കൻ ബാഡ്മിന്റൺ അസോസിയേഷൻ ആണ് ലീഡിംഗ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചലഞ്ച് 2024 കണ്ടക്ട് ചെയ്തത്. ഇഷ റാണി ബറൂഹ ഗോൾഡ് മെഡൽ നേടിയായിരുന്നു വുമൺ സിംഗിൾ കാറ്റഗറിയിൽ. നെക്സ്റ്റ്, സ്വാതി പോർട്ടൽ സയൻസ് ഫോർ വുമൺ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. അതാണ് സ്വാതി എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതൊരു കോംപ്രിഹെൻസീവ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, മെഡിസിൻ, STEM എന്ന് പറയും. ഈ ഫീൽഡിലെല്ലാം വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ വുമൻസിനും ഗേൾസിനും കോൺട്രിബ്യൂഷൻസ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഓൺലൈൻ പോർട്ടലാണ്. ഇതൊരു സിംഗിൾ ഓൺലൈൻ പോർട്ടലാണ്. ഇന്ത്യയിലെ എല്ലാ വുമൻസിനെയും ഈ STEM ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വുമൻസിനെയും ഗേൾസിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് ബാബ്സ് മന്ദിർ അബുദാബി. അപ്പൊ അബുദാബിയില് ഒരു 2 day വിസിറ്റ് നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി നടത്തിയിരുന്നു. അപ്പൊ അവിടെ ഒരു ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിൾ അദ്ദേഹം ഇനാഗ്രേറ്റ് ചെയ്യുകയുണ്ടായി. അത് ട്രഡീഷണൽ സ്റ്റോൺ ഹിന്ദു ടെമ്പിൾ ആണ്. 7 ശിഖാരാസ് ഉണ്ട്. നഗര സ്റ്റൈലിലാണ് അത് പണിതിരിക്കുന്നത്. അതിന്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ പിങ്ക് രാജസ്ഥാൻ സാൻഡ്സ്റ്റോണും വൈറ്റ് ഇറ്റാലിയൻ മാർബിളും കൂടി ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് പേസ് മിഷൻ. പേസ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം പ്ലാങ്ടൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നുള്ളതാണ്. ഒരു സാറ്റലൈറ്റ് ആണ്, നാസയാണ് ഡെവലപ്പ് ചെയ്തത്. ലോഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച റോക്കറ്റ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ് ആണ്. ഒരു എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റ് ആണ്. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഓഷ്യൻ ഫൈറ്റോ പ്ലാങ്ടൺസിനെയും ബ്ലൂംസിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. അപ്പൊ പേസിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എയറിലൊക്കെ കാണുന്ന ഈ ഡസ്റ്റ് സ്മോക്ക് പോലുള്ള പാർട്ടിക്കിൾസ്, അതുപോലെ ക്ലൗഡ് ഫോർമേഷൻസ്, ഇതൊക്കെ ഈ വാർമിംഗ്, പ്ലാനറ്റിന്റെ വാർമിംഗ്, കൂളിംഗ്, ഇതൊക്കെ എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാനും ബേസ് മിഷൻ വെച്ച് സാധിക്കും. നെക്സ്റ്റ് ICAI ഇലക്ടഡ് രഞ്ജീവ് കുമാർ അഗർവാൾ ആസ് ദെയർ ന്യൂ പ്രസിഡന്റ്. ICAI എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. അതില് രജീവ് കുമാർ അഗർവാൾ അനികേത് എസ് തലാത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത് പുതിയ പ്രസിഡന്റ് ആയി. അപ്പോൾ അദ്ദേഹം he assumed the charge as 72nd president of ICAI. Center launches Abhar initiative, one nation one student ID card. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ആണ് ഈ അബാർ ഇനീഷ്യേറ്റീവ് നാഷണൽ കോൺഫറൻസ് ഓർ അബാർ ന്യൂഡൽഹിയിൽ നടന്ന ഒരു നാഷണൽ കോൺഫറൻസ് ആണ് അവിടെ വെച്ച് അൺവീൽ ചെയ്തത്. അബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നുള്ളതാണ്. അബാർ ID എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാർഡ്. അപ്പൊ അതിലൊരു നമ്മുടെ ഈ ആധാർ കാർഡ് ഒക്കെ പോലെ പെർമനന്റ് ആയിട്ട് ഒരു 12 ഡിജിറ്റ് ID നമ്പർ ഉണ്ടായിരിക്കും ഓരോ സ്റ്റുഡന്റിനും. അപ്പൊ അതിനകത്ത് ഇവരുടെ എല്ലാ അക്കാദമിക് അച്ചീവ്മെന്റ്സും യൂണിഫോർഡ് ഫോമിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വിച്ച് മീൻസ് അക്കാദമിക് ഡാറ്റ ഉണ്ടായിരിക്കും, അവർ ഏതൊക്കെ ഡിഗ്രി എടുത്തിട്ടുണ്ട്, അവർക്ക് ഏതൊക്കെ സ്കോളർഷിപ്സ് കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഏതൊക്കെ ക്രെഡിറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. അതൊരു ആക്സസിബിൾ പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം ഇൻവോൾവ് ആവുന്ന രീതിയിലാണ് ഈ ഒരു ID കാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അസാം ഗവൺമെന്റ് ഡിക്ലയർസ് കജി നെമു സ്റ്റേറ്റ് ഫ്രൂട്ട്. അപ്പൊ അസാമിന്റെ ഗവൺമെന്റ് പുതിയ സ്റ്റേറ്റ് ഫ്രൂട്ടിനെ ഡിക്ലെയർ ചെയ്തു. അതൊരു സിട്രസ് ലിമൺ ആണ്. കാജി നെമു എന്ന് പറയുന്നത് സിട്രസ് വിഭാഗത്തിൽ തന്നെ വരുന്നതാണ്. ആ യൂണിക് ആയിട്ടുള്ള അവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേക വെറൈറ്റി ഓഫ് ലെമൺ ആണ് അതിന്റെ സ്റ്റേറ്റ് ഫ്രൂട്ട് ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്തു. അപ്പൊ കജി നെമു എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ വളരെ ജ്യൂസി ആണ്, ഭയങ്കര അരോമാറ്റിക് ആണ്. നമുക്കറിയാം ലെമണിന്റെ എല്ലാം തന്നെ എല്ലാ അരോമാറ്റിക് ആയിരിക്കും, ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാണ്. കജി നെമുവിന് 2019 ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, അതായത് GI ടാഗ് കിട്ടിയിരുന്നു. നെക്സ്റ്റ് കേരള ഗെറ്റ്സ് അവാർഡ് ഫോർ TB എലിമിനേഷൻ ആക്ടിവിറ്റീസ്. അപ്പൊ നിക്ഷയ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട്, അതായത് TB പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് നമ്പർ ഓഫ് രജിസ്ട്രേഷൻസ് കേരളയിലാണ് ഈ നിക്ഷയ് പോർട്ടൽ വഴി വന്നത്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കേരളം കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. ഇപ്പൊ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഈ ഒരു അവാർഡ് ട്യൂബർകുലോസിസ് എലിമിനേഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കേരളത്തിന് കൊടുത്തത്. ഇപ്പൊ നാഷണൽ TB ഇറാഡിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റിൽ ഇത്തരം ഇഫക്റ്റ് എല്ലാം ഇഫേർട്സ് എല്ലാം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ജോസഫ് അതുപോലെ ഹണ്ടർ വിൻ ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ്. ഇപ്പൊ പേസ് ബൗളർ ആയിട്ടുള്ള ഷമർ ജോസഫ് ആദ്യത്തെ വെസ്റ്റ് ഇന്ത്യൻ താരമാണ് ഈ മെൻസ് ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കിട്ടുന്നത്. അതുപോലെ അയർലൻഡിന്റെ ബാറ്റ്മാൻ ആയിട്ടുള്ള എബി ഹണ്ടർ അവർ വുമൺ കാറ്റഗറിയിലും ഈ അവാർഡ് കരസ്ഥമാക്കി. നെക്സ്റ്റ് ഫസ്റ്റ് റിപ്പോർട്ടഡ് പേഴ്സൺ ടു ഡൈ ഓഫ് റീസെന്റ് ഡിസ്കവേർഡ് അലാസ്ക പോക്സ് വൈറസ്. അലാസ്ക പോക്സ് വൈറസ് ആ പേര് തന്നെ ഉണ്ട്. അലാസ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് കണ്ടുപിടിച്ചത് 2015. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഈ സ്മോൾ മമൽസ്, അതായത് ഈ റെഡ് ബാക്ക്ഡ് വോൾസ്, ഷ്രൂസ്, ഈ ഷ്രൂസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെറിയ എലിയുടെ ഒക്കെ ആ ഒരു ഇതിൽ വരുന്ന ജീവികളാണ്. അവരിലേക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ നമ്മുടെ പെറ്റിൽ, അതായത് ഡോഗിലും കാറ്റിലും ഒക്കെ ഇവര് ഈ വൈറസ് ക്യാരി ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അലസ്ക പോക്സ് എന്ന് പറയുന്നത് AKPV എന്നാണ് അത് പൊതുവായിട്ട് അറിയപ്പെടുന്നത്. ഈ സ്മോൾ പോക്സ്, കൗ പോക്സ്, എം പോക്സ് അതിന്റെയൊക്കെ ഒരു റിലേറ്റഡ് വെറൈറ്റി ഓഫ് വൈറസ് തന്നെയാണ് ഈ അലാസ്ക പോക്സ്. റിസർച്ചേഴ്സ് പറയുന്ന ഒരു സുണോട്ടിക് ഡിസീസ് ആണെന്നാണ്. സുണോട്ടിക് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് പകരാൻ ചാൻസ് ഉള്ള ഡിസീസസിനെയാണ് സുണോട്ടിക് ഡിസീസ് എന്ന് പറയാം.
അപ്പോൾ ഇതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുമ്പോൾ മേത്ത് റാഷസ് വരും, ലിംഫ് നോഡ്സ് ഒക്കെ സ്വോളൻ ആവും, മസിൽ പെയിൻ ഉണ്ടാവും, ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് PM വാണി സ്കീം. PM അതായത് പ്രൈം മിനിസ്റ്റർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് PM വാണി സ്കീം എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം ഡിസംബർ 2020 ഇത് ലോഞ്ച് ചെയ്തത്. ഇത് പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം, റൂറൽ ഏരിയസിലേക്കും കൂടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. നെക്സ്റ്റ് 15th ഫെബ്രുവരി വേൾഡ് ആന്ത്രോപോളജി ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലെ എല്ലാ തേർഡ് തേഴ്സ്ഡേയും നമ്മൾ വേൾഡ് ആന്ത്രോപോളജി ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷം 15th ഫെബ്രുവരിയാണ് നമ്മൾ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്തത്. തീം എന്ന് പറയുന്നത് കണക്ഷൻസ് ആൻഡ് കൊളാബറേഷൻസ് എന്നായിരുന്നു. ഈ ഡേ എന്ന് പറയുന്നത് ആന്ത്രോപോളജിയുടെ ഇമ്പോർട്ടൻസ് വേൾഡിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആന്ത്രോപോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് ഹ്യൂമൻസിന്റെ കുറിച്ചും അതുപോലെ ഹ്യൂമൻസിന്റെ ലൈഫിലെ കൾച്ചറൽ, സോഷ്യൽ, ബയോളജിക്കൽ, എൻവയോൺമെന്റൽ ആസ്പെക്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഹ്യൂമൻസിന്റെ പാസ്റ്റും പ്രസന്റും ഇതിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അഹ്ലാൻ മോദി ഇവൻ ഇൻ അബുദാബി. അപ്പൊ 2 ഡേ വിസിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ PM മോദിജി UAE പോയിരുന്നു. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ, അവിടെയുള്ള ഇന്ത്യൻസിന് അദ്ദേഹം അവരോട് സംസാരിച്ചിരുന്നു. ആ ഇവന്റിനെയാണ് അഹ്ലാൻ മോദി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫെബ്രുവരി 13 അബുദാബിയിലെ സയദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അഹ്ലാൻ മോദി ഇവന്റ് നടന്നത്. അപ്പൊ ഏകദേശം 3.5 മില്യൺ മെമ്പേഴ്സ് ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പൊ UAE-യുടെ 35% പോപ്പുലേഷനും ഇന്ത്യൻ ഡയസ്പോറയാണ്. ഓക്കെ. ലോഞ്ച് ഓഫ് UPI റുപേ കാർഡ് ജയ്വാൻ ഇൻ അബുദാബി. അപ്പൊ അദ്ദേഹത്തിന്റെ അബുദാബിയിലേക്കുള്ള വിസിറ്റുമായി PM മോദിജിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ PM നരേന്ദ്രമോദിജിയും UAE-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും കൂടെ ചേർന്ന് നമ്മുടെ UPI റുപേ കാർഡ് അവിടെ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോ നമ്മുടെ റുപേ എന്ന് പറയുന്നത് UAE-യിൽ അത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ ജയ്വാൻ എന്നാണ് ആ കാർഡിന്റെ പേര്. ഇന്ത്യയുടെ ഡിജിറ്റൽ റുപേ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഒക്കെ തന്നെ ഇപ്പൊ UAE മാർക്കറ്റിൽ നമുക്ക് ആക്സസബിൾ ആണ്. നെക്സ്റ്റ് സൗദി അറേബ്യ ടു ലോഞ്ച് ഡ്രീം ഓഫ് ദി ഡിസേർട്ട്. ഡ്രീം ഓഫ് ദി ഡിസേർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി അവിടുത്തെ ഒരു ഫസ്റ്റ് ലക്ഷറി ട്രെയിൻ ആണ്. സൗദി അറേബ്യയിലെ ആദ്യത്തെ ലക്ഷറി ട്രെയിൻ ആണ്. 2025 അത് അവർ ലോഞ്ച് ചെയ്യുന്നത്. 1300 കിലോമീറ്റർ ജേർണിയാണ് വരുന്നത്. അപ്പൊ ഇവരുടെ തലസ്ഥാനമായിട്ടുള്ള ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള റിയാദിനെയും നമ്മുടെ ജോർദനെ ബോർഡർ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടുള്ള അൽ ഖുറയാത്തും തമ്മിലാണ് ഈ ട്രെയിൻ കണക്ടിവിറ്റി വരുന്നത്. 1300 കിലോമീറ്റർ. അപ്പൊ ഇത് പാസ് ചെയ്ത റൂട്ട് എന്ന് പറയുന്നത് ഒത്തിരി സീനിക് ഡെസേർട്സ് ഉള്ള, അതുപോലെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ആർക്കിയോളജിക്കൽ സൈറ്റ് ഒക്കെയുള്ള ഏരിയാസ് ആണ്. മെയിൻ ആയിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. നെക്സ്റ്റ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് BPCL കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് വേൾഡിലെ തന്നെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എയർപോർട്ടിൽ സ്ഥാപിച്ചു. അപ്പൊ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കേരളയിലാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേറ്റഡ് ലിമിറ്റഡ്, അതാണ് BPCL. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് 1000 കിലോവാട്ട് പവർ ഉള്ള ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ, അതായത് വേൾഡിലെ എയർപോർട്ടിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആണ് ഇത്. നെക്സ്റ്റ് DOT unveils an unparalleled venture, സംഘം ഡിജിറ്റൽ ട്വിൻ ഇനിഷ്യേറ്റീവ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം കമ്മ്യൂണിക്കേഷൻ ആണ് ഈ സംഘം ഡിജിറ്റൽ ട്വിൻ ഇനിഷ്യേറ്റീവ് അൺവീൽ ചെയ്തത്. ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്നത് വളരെ റീസെന്റ് ആയിട്ട് ഉയർന്നു വരുന്ന ഒരു ടെക്നോളജിയാണ്. ഫിസിക്കൽ അസറ്റിന്റെ അതേപോലെ തന്നെയുള്ള വിർച്വൽ റിപ്ലിക്കാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് റിയൽ ടൈം മോണിറ്ററിങ്ങിനും അനാലിസിസിനും ഒക്കെ സാധിക്കും. അപ്പൊ സംഘം ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്ങും ഡിസൈനും ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡിജിറ്റൽ ട്വിൻ ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ DAC. DAC എന്ന് പറയുന്നത് നമ്മുടെ കാർഗിൽ വാറിന് ശേഷം നമ്മുടെ റിഫോമിംഗ് ദ നാഷണൽ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്ന ഒരു നമ്മുടെ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ഫോം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ വരുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ensure the expedited procurement of approved requirements of the armed forces. Armed forcesന്റെ approved requirements പ്രിക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ DAC എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്ട്രിയുടെ തന്നെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. നെക്സ്റ്റ് ടോർപഡോസ്. ടോർപഡോസ് എന്ന് പറയുന്നത് ഇതൊരു വെപ്പൺ ആണ്. അണ്ടർ വാട്ടർ സെൽഫ് പ്രൊപ്പൽഡ് വെപ്പൺ ആണ്. സബ്മറൈനിൽ നിന്നും സർഫസ് വെസൽസിൽ നിന്നും എയർക്രാഫ്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഡിസൈൻ ചെയ്തത് ഈ
നമ്മുടെ ബോട്ടിന്റെ സർഫസും സബ്മറൈന്റെ സർഫസും ഒക്കെ ആയിട്ട് ഈ ടോർപിഡോ കോൺടാക്റ്റിൽ വരുമ്പോൾ ഇത് എക്സ്പ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 17th ഫെബ്രുവരി. 17th ഫെബ്രുവരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നാഷണൽ പബ്ലിക് സയൻസ് ഡേ ആണ്, നാഷണൽ ടെന്നീസ് പ്രോ ഡേ ആണ്. നാഷണൽ പബ്ലിക് സയൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലൈഫിൽ സയൻസിന്റെ റോള് വേണ്ട അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ നാഷണൽ ടെന്നീസ് പ്രോ ഡേ എന്ന് പറയുന്നത് മറിയ ഓഡിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് 2020. ടെന്നീസ് പ്രോസിന്റെ വേൾഡിലുള്ള ടെന്നീസ് പ്രോസിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെന്നീസ് പ്രോസ് എന്ന് പറഞ്ഞാൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടെന്നീസിൽ പരിശീലനം നേടിയ ആൾക്കാർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് താജ് മഹോത്സവ് 2024. താജ് മഹോത്സവ് എന്ന് പറയുന്നത് ആഗ്രയിലാണ് എല്ലാ വർഷവും നടക്കുന്നത്. ഫെബ്രുവരിയിൽ 1992 മുതൽ നടക്കുന്നുണ്ട്. ഇത് മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന്റെ ഒരു ഭാഗമായിട്ട് അവരുടെ ഒരു ആനുവൽ ഇവന്റ് കലണ്ടറിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. 10 ഡേ കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ്. ഫെബ്രുവരി 17 മുതൽ 27 വരെയാണ് ഈ വർഷം നടക്കുന്നത്. ശില്പഗ്രാം, അതായത് താജ്മഹലിന്റെ ഈസ്റ്റേൺ ഗേറ്റ്, ആഗ്രയിലുള്ള ഈസ്റ്റേൺ ഗേറ്റിന്റെ ഭാഗത്തുള്ള ശില്പഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്, ഉത്തർപ്രദേശിൽ. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് സാംസ്കൃതി സമൃദ്ധി സ്കീമാണ്. ഹരിയാന ലോഞ്ചസ് വൻ മിത്ര സ്കീം. വൻ മിത്ര എന്ന് പറയുന്നത് മനോഹർ ലാൽ ഖത്താർ വൻ മിത്ര എന്ന് പറയുന്ന ഒരു സ്കീം ലോഞ്ച് ചെയ്തു. അതായത് ട്രീ പ്ലാന്റിംഗ് ആക്ടിവിറ്റീസിലും നോൺ ഫോറസ്റ്റ് ഏരിയാസിലുള്ള ട്രീ പ്ലാന്റിംഗ് ആക്ടിവിറ്റീസിൽ കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പോർട്ടലാണ്. അപ്പോൾ ആനുവൽ ഇൻകം 1.80 lakhന് താഴെ വരുന്ന ആനുവൽ ഇൻകം ഉള്ള ഫാമിലി മെമ്പേഴ്സിന് ഈ വൻ മിത്രയിൽ രജിസ്റ്റർ ചെയ്യാം. നെക്സ്റ്റ് ന്യൂട്രിയൈഡ് മൊബൈൽ ആപ്പ് ലോഞ്ച്ഡ് ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഹൈദരാബാദ്. അപ്പൊ ഈ ആപ്പ് ഹെൽത്തി ആൻഡ് സസ്റ്റൈനബിൾ ഡയറ്റ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദില് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ബർഗും അതുപോലെ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ന്യൂട്രീഷനുമായി കൊളാബറേറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്ത ഒരു ആപ്പാണ് ന്യൂട്രിയൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഗെറ്റ് ബെസ്റ്റ് ടെക്നോളജി ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡ്. അപ്പൊ 19th IBA ആനുവൽ ബാങ്കിംഗ് ടെക്നോളജി കോൺഫറൻസും എക്സ്പോ ആൻഡ് സൈറ്റേഷൻ മുംബൈയിൽ നടന്നു. അവിടെ വെച്ച് നടന്ന ഈ ഒരു ഇവന്റില് ബെസ്റ്റ് ടെക്നോളജി ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനാണ്. ഈ ബാങ്കിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് റെക്കഗ്നൈസ് ചെയ്തത് 6ഓളം പ്രസ്റ്റീജിയസ് അവാർഡ്സിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കിട്ടി. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഫൗണ്ട് ചെയ്ത ഇയർ 1929 ജനുവരി 29 ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂർ ആണ്, കേരള. MD ആൻഡ് CEO PR ശേഷാദ്രിയാണ്. നെക്സ്റ്റ് 16th കോൺഫറൻസ് ഓഫ് വേൾഡ് സോഷ്യൽ ഫോറം 2024 കമൻസസ് ഇൻ കാഠ്മണ്ഡു. അപ്പൊ 16ാമത്തെ വേൾഡ് സോഷ്യൽ ഫോറത്തിന്റെ കോൺഫറൻസ് 2024 കാഠ്മണ്ഡുവിൽ വെച്ച് നടന്നു. തേഴ്സ്ഡേ ആയിരുന്നു. അപ്പൊ ഒരു 5 ഡേ പ്രോഗ്രാം ആണിത്. അനദർ വേൾഡ് ഇസ് പോസിബിൾ അതായിരുന്നു അവരുടെ ഒരു ടാഗ് ലൈൻ, ഒരു ബാനർ എന്ന് പറയുന്നത്. അപ്പം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ മൂവ്മെന്റ്സ്, ട്രേഡ് യൂണിയൻസ്, ഇതിലെല്ലാം ഉള്ളൊരു ഇതിനെല്ലാം എയിം ചെയ്തുകൊണ്ട് ഇതെല്ലാം എൻഹാൻസ് ചെയ്യിക്കുക എന്നുള്ളൊരു എയിമിംഗ് ആയിരുന്നു ഇവർക്ക് വരുന്നത്. നെക്സ്റ്റ് നെയിംസ് ഓഫ് ഇന്ദിരാഗാന്ധി ആൻഡ് നാർഗിത് ദത്ത് ഡ്രോപ്ഡ് ഫ്രം നാഷണൽ ഫിലിം അവാർഡ്സ്. അപ്പം നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ്സിൽ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ ആക്ടർ ആയിട്ടുള്ള നാർഗീസ് ദത്തിന്റെയും പേരിലുള്ള ഒരു അവാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ പേര് ആ അവാർഡ്സിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂട്ട് ഫിലിം ഓഫ് ദി ഡയറക്ടർ എന്നുള്ളതായിരുന്നു ആ അവാർഡിന്റെ ആദ്യത്തെ പേര്. ഇപ്പോഴത്തെ പേര് ബെസ്റ്റ് ഡെബ്യൂട്ട് ഫിലിം ഓഫ് ദി ഡയറക്ടർ എന്നുള്ളതാണ്. അതുപോലെ നാർഗീസ് ദത്ത് അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓൺ നാഷണൽ ഇന്റഗ്രേഷൻ എന്നുള്ളതായിരുന്നു ആദ്യത്തെ പേര്. റീനെയിം ചെയ്തത് ബെസ്റ്റ് ഫീച്ചർ ഫിലിം പ്രൊമോട്ടിംഗ് നാഷണൽ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ വാല്യൂസ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേര്. നെക്സ്റ്റ് ISRO's ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് സാറ്റലൈറ്റ് കാർട്ടോസാറ്റ് ബിറ്റ്സ് എഡിയു. ISROയുടെ ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയിട്ടുള്ള കാർട്ടോസാറ്റ് 2 എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസെൻഡ് ചെയ്തു ഫെബ്രുവരി 14, 2024. ISROയുടെ ലോഡ് അതിന്റെ ഓർബിറ്റ് 635 കിലോമീറ്ററിൽ നിന്ന് 380 കിലോമീറ്ററിലേക്ക് ലോവർ ചെയ്തു. അപ്പൊ കാർട്ടോസാറ്റ് 2 എന്ന് പറയുന്നത് ജനുവരി 10, 2007 നമ്മൾ ലോഞ്ച് ചെയ്തത്. ഇന്ത്യ ചെയർ 62nd സെഷൻ ഓഫ് കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇന്ത്യ 62nd സെക്ഷൻ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് 62nd സെക്ഷനിൽ ഇന്ത്യയാണ് ചെയർ ചെയ്തത്. 5 മുതൽ 14 ഫെബ്രുവരി വരെയാണ് നടന്നത്. അംബാസഡർ രുചിര കമ്പോജ് ആയിരുന്നു. ഇപ്പൊ പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്ത്യ ആണ് അവര് യുണൈറ്റഡ് നേഷന്റെ. അവർ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇത് ചെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യ ഇത് ചെയർ ചെയ്യുന്നത് 1975 ശേഷം. ഈ സെക്ഷൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഇന്റർനാഷണൽ കോർപ്പറേഷൻ സോഷ്യൽ ഡെവലപ്മെന്റ് ഇഷ്യൂസ് എന്നുള്ളതാണ്.
അതുപോലെ ആർ അശ്വിൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഇന്ത്യൻ ടു ടേക്ക് 500 ടെസ്റ്റ് വിക്കറ്റ്സ്, 500 ടെസ്റ്റ് വിക്കറ്റ്സ് എടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ആയി മാറിയിരിക്കുകയാണ് ആർ അശ്വിൻ. അപ്പൊ സീനിയർ ഓഫ് സ്പിന്നർ ആണ് രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്നത്. അദ്ദേഹം സെക്കൻഡ് ഇന്ത്യൻ ബൗളർ ആയിരിക്കുകയാണ്. ഫോമർ സ്കിപ്പർ ആയിട്ടുള്ള അനിൽ കുംബ്ലെക്ക് ശേഷം 500 വിക്കറ്റ് എടുക്കുന്ന സെക്കൻഡ് ഇന്ത്യൻ ബൗളർ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇംഗ്ലണ്ടിനെതിരെ നടന്ന രാജ്കോട്ടിൽ വെച്ച് നടന്ന ടെസ്റ്റിലാണ്, തേർഡ് ടെസ്റ്റിലാണ് ഈ ഒരു അച്ചീവ്മെന്റ് കൈവരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് പറയാനുള്ളത്. താങ്ക് യു.